മലയാളത്തിൽ നാമം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നാമം എന്ന ടോപ്പിക്കിലെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇത് നന്നായി നോട്ട് എഴുതിയെടുത്ത് തന്നെ എല്ലാവരും പഠിക്കുക. ഇതിന് ശേഷം വരുന്ന വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തരുന്നതാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. പേരായ ശബ്ദമാണ് നാമം. അതായത് ഒരു വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് നാമം എന്നതുകൊണ്ട് പറയുന്നത്. നമുക്കറിയാം, ഇംഗ്ലീഷിൽ നമ്മൾ നൗൺ എന്ന് പറയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാജു, ഡൽഹി, താജ്മഹൽ ഇതെല്ലാം നാമങ്ങളാണ്. നാമം പ്രധാനമായും 3 തരത്തിലുണ്ട്: ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം. ദ്രവ്യനാമം എന്നാൽ കാണാൻ പറ്റുന്ന വസ്തുക്കളെ കുറിക്കുന്ന നാമം എന്നാണ് അർത്ഥം. അതായത് ഇംഗ്ലീഷിൽ നമ്മൾ ദ്രവ്യനാമത്തിന് മെറ്റീരിയൽ നൗൺ എന്ന് പറയും. മേശ, കസേര, മനുഷ്യൻ ഇതെല്ലാം ദ്രവ്യനാമത്തിന് ഉദാഹരണങ്ങളാണ്. ഗുണനാമം ഒരു വസ്തുവിന്റെ ഗുണത്തെ കുറിക്കുന്ന നാമമാണ് ഗുണനാമം. ഇംഗ്ലീഷിൽ നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയും. അബ്സ്ട്രാക്ട് നൗൺ. ഉദാഹരണം പറയുകയാണെങ്കിൽ നന്മ, സ്നേഹം, എരിവ്, മധുരം എല്ലാം ഗുണനാമത്തിന് ഉദാഹരണമാണ്. ഒരു വസ്തുവിന്റെ ഗുണമാണ് ഈ പറയുന്നവയെല്ലാം. ഇത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അല്ലെ? കാണാൻ പറ്റുന്നത് ദ്രവ്യനാമമാണ്. എന്നാൽ ഗുണനാമം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഒരു ഫീലിംഗ് ആണ് അത്. അതിനാണ് ഇംഗ്ലീഷിൽ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. മലയാളത്തില് ഗുണനാമമാണ്. ക്രിയാനാമം ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന നാമപദമാണിത്. അതായത് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ നിന്നും ഉണ്ടാകുന്ന നാമമാണ് ക്രിയാനാമം. ചാടുക എന്ന പ്രവൃത്തിയിൽ നിന്നും ചാട്ടം എന്ന നാമം ഉണ്ടാകുന്നു. നടക്കുക എന്ന ക്രിയയിൽ നിന്നും നടത്തം എന്ന നാമം ഉണ്ടാകുന്നു. പഠിക്കുക എന്ന ക്രിയയിൽ നിന്നും പഠിത്തം എന്ന നാമം ഉണ്ടാകുന്നു. അപ്പോൾ ചാട്ടം, നടത്തം, പഠിത്തം ഇതെല്ലാം ക്രിയാനാമത്തിന് ഉദാഹരണങ്ങളാണ്. താഴെ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് എക്സാമിന് ചോദിക്കുക: ചാട്ടം എന്ന പദം ഏത് നാമവിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻസ് ഉണ്ട്: ദ്രവ്യനാമം, ഗുണനാമം, സംജ്ഞാനാമം, ക്രിയാനാമം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, ക്രിയാനാമം. ദ്രവ്യനാമത്തെ 4ആയി തരംതിരിക്കാം: സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, സർവനാമം. സംജ്ഞാനാമം എന്നാൽ പ്രോപ്പർ നൗൺ. ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ സാധനത്തിന്റെയോ പേര് എടുത്തു പറയുന്നതാണ് സംജ്ഞാനാമം. ഉദാഹരണം പറയുകയാണെങ്കിൽ രവി, തമ്പാനൂര്, കേരളം, താജ്മഹൽ ഇതെല്ലാം സംജ്ഞാനാമത്തിന് ഉദാഹരണമാണ്. സാമാന്യനാമം അനവധി സംജ്ഞാനാമങ്ങളുള്ള ഒരു സമൂഹത്തെ കുറിച്ച് പറയുന്ന നാമമാണ്. ഇംഗ്ലീഷില് കോമൺ നൗൺ എന്ന് പറയും. അതായത് മരം എന്നതൊരു കോമൺ നൗൺ ആണ്, ഒരു സാമാന്യ നാമമാണ്. മരം പല വിധത്തിലുണ്ട്, അല്ലെ? മാവുണ്ട്, പ്ലാവുണ്ട്, പേരയുണ്ട്, മഹാഗണിയുണ്ട്. എന്നാൽ അതെല്ലാം സംജ്ഞാനാമത്തിൽ വരുന്നതാണ്. സാമാന്യനാമം മരമാണ്. മരം ഒരു പൊതുവായ സംജ്ഞാനാമത്തെ സൂചിപ്പിക്കുന്ന നാമമാണ്. കോമൺ നൗൺ ആണ് സാമാന്യനാമം, പ്രോപ്പർ നൗൺ ആണ് സംജ്ഞാനാമം. അടുത്തത് മേയനാമമാണ്. ജാതി വ്യക്തി ഭേദമില്ലാത്ത വസ്തുക്കളെ കുറിക്കുന്ന നാമമാണ് മേയനാമം. മേയനാമം ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ വായു, വെള്ളം, വെയില്, ആകാശം. ഇതിനൊന്നും നമുക്കൊരു ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല. ഇതിന് സ്ത്രീ പുരുഷൻ എന്നൊന്നും മാറ്റി നിർത്താനോ സംജ്ഞാനാമത്തിലോ സാമാന്യനാമത്തിലോ പെടുത്താനോ പറ്റില്ല. അങ്ങനെയുള്ള നാമങ്ങളെയാണ് മേയനാമം എന്ന് പറയുക.
എക്സാമിന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മേയനാമത്തിന് ഉദാഹരണം ഏതാണ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മേയനാമം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് സർവനാമം. ഒരു നാമപദത്തെ ആവർത്തിച്ച് പറയാതിരിക്കാൻ പകരം പറയുന്ന പദമാണ് സർവനാമം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ രവി എന്ന ഒരാളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. പറയുമ്പോൾ രവി എന്ന വാക്ക് ആവർത്തിച്ച് പറയുന്നതിന് പകരം നമ്മൾ അവൻ എന്ന് ഉപയോഗിക്കുന്നു. ഇംഗ്ലീഷില് പ്രൊനൗൺ എന്ന് പറയും. ഹി, ഷീ അതൊക്കെയാണ് പ്രൊനൗൺ. മലയാളത്തിൽ അവൻ, അവൾ, അത് എല്ലാം സർവനാമത്തിന് ഉദാഹരണങ്ങളാണ്. സർവനാമം 3 തരത്തിലുണ്ട്. ഉത്തമ പുരുഷ സർവനാമം, മധ്യമ പുരുഷ സർവനാമം, പ്രഥമ പുരുഷ സർവനാമം. ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഒരാള് മറ്റൊരാളോട് വേറൊരാളെ പറ്റി പറയുന്നു. ആരാണോ പറയുന്നത് അതാണ് ഉത്തമ പുരുഷൻ. ഞാൻ നിന്നോട് അവനെ പറ്റി പറയുന്നു. ഞാൻ നിന്നോട് അവനെ പറ്റി പറയുന്നു. ഇതിൽ ഞാനാണ് ഉത്തമ പുരുഷൻ. ഞാനാണ് പറയുന്ന ആളാണ് ഉത്തമ പുരുഷൻ. ഞാൻ ഉത്തമനാണ്, അങ്ങനെ ഓർത്താ മതി. അതൊരു കോഡായിട്ടാണ് പറയുന്നത്. ഞാൻ ഉത്തമനാണ്. അപ്പോൾ ഉത്തമ പുരുഷ സർവനാമത്തിന് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഉദാഹരണം എന്ന് ചോദിച്ചാൽ, ഞാൻ, ഞങ്ങൾ, നാം, നമ്മൾ, എൻ്റെ ഇതെല്ലാം ഉത്തമ പുരുഷ സർവനാമത്തിന് ഉദാഹരണമാണ്. ഞാൻ, ഞങ്ങൾ, നാം, നമ്മൾ, എൻ്റെ ഇതെല്ലാം ഉത്തമ പുരുഷ സർവനാമത്തിന് ഉദാഹരണമാണ്. ഞാൻ ഉത്തമനാണ്. ആരോടാണോ ഞാൻ കാര്യം പറയുന്നത് അയാളാണ് മധ്യമ പുരുഷൻ. മധ്യമ പുരുഷ സർവനാമമാണ് ഉദാഹരണം നീ, നിങ്ങൾ, താൻ, താങ്കൾ ഇതെല്ലാം മധ്യമ പുരുഷ സർവനാമത്തിന് ഉദാഹരണമാണ്. ആരെ പറ്റിയാണോ ഞാൻ പറയുന്നത് അയാളാണ് പ്രഥമ പുരുഷൻ. പ്രഥമ പുരുഷൻ ആരെ പറ്റിയാണോ ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് അയാൾ പ്രഥമ പുരുഷനാണ്. ഉദാഹരണം അവൻ, അവൾ, അത്. അവന് പ്രഥമനാണ് ഇഷ്ടം. അവന് പ്രഥമനാണ് ഇഷ്ടം. ഞാൻ ഉത്തമനാണ്, അവന് പ്രഥമനാണ് ഇഷ്ടം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉത്തമ പുരുഷ സർവനാമത്തിന് ഇംഗ്ലീഷിൽ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയും. മധ്യമ പുരുഷൻ സെക്കൻഡ് പേഴ്സൺ, പ്രഥമ പുരുഷൻ തേർഡ് പേഴ്സൺ ആണ്. എക്സാമിന് ചോദിക്കാറുണ്ട് തേർഡ് പേഴ്സണ് മലയാളം എന്താണെന്ന്. തേർഡ് പേഴ്സണ് മലയാളം പ്രഥമ പുരുഷൻ എന്നാണ്. അതപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രഥമ പുരുഷന് ഇംഗ്ലീഷ് തേർഡ് പേഴ്സൺ എന്നാണ്. അപ്പോൾ നാമം എന്ന വിഭാഗത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാറുള്ളത് ഗുണനാമം, ക്രിയാനാമം, മേയനാമം, സർവനാമം. ഈ 4 എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. എല്ലാവരും നോട്ട് എഴുതി കൃത്യമായി പഠിച്ചു വെക്കുക. താങ്ക് യു.